Hello. Welcome to market discussion of the day. Today, October 28, 2025. ട്യൂസ്ഡേ ആണ്. ഗോൾഡിൻ്റെ കൗണ്ടറാണ് നിങ്ങളുടെ ഫ്രണ്ടിലുള്ളത്. സോ ഗോൾഡ് വീണ്ടും ഡൗൺ ആയി. ഇപ്പോൾ 3935 വന്ന് നിൽക്കുന്നു. സോ ഇന്നലെ ചെറുതായിട്ട് മാർക്കറ്റ് മുകളിലോട്ടൊക്കെ പോയതാണ്. അതിനുശേഷം മാർക്കറ്റ് താഴെ വന്നു. 3980 സപ്പോർട്ട് ചെയ്ത് വീണ്ടും മുകളിലോട്ട് പോയി. സോ വീണ്ടും ഇന്ന് രാവിലെ മുതൽ താഴോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അല്ലേ. സോ ബേസിക്കലി ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗോൾഡിൽ നിന്ന് ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. ഇതിന് എല്ലാം പ്രോപ്പറായിട്ട് ഗോൾഡ് ഇപ്പോൾ താഴോട്ട് വീഴുന്നതിനും ഗോൾഡും നേരത്തെ മുകളിലോട്ട് പോയതിനും എല്ലാം പൊളിറ്റിക്കലായിട്ടുള്ള റീസൺസ് ആണ് മെയിനായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ വെറുതെ ഗോൾഡ് ഇങ്ങനെ താഴോട്ട് പോവുകയല്ല. ഓക്കെ, പക്ഷെ ഉറപ്പായിട്ടും ഗോൾഡ് വീണ്ടും സ്റ്റേബിൾ ആവും. പഴയതുപോലത്തുള്ള സിറ്റുവേഷൻ ഉണ്ടാവും. വേൾഡിൽ പല ചേഞ്ചസും ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളാണ് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിന് മുന്നേ ആയിട്ട് നമ്മളുടെ ഫ്രീ ആയിട്ടുള്ള ഫോറക്സ് ട്രേഡിംഗ് ബാച്ച് കഴിഞ്ഞ തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത തിങ്കളാഴ്ച അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കുമായിട്ടാണ് ഈ ഒരു ക്ലാസ് നടക്കുന്നത്. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ക്ലാസ്സാണ്. അത് മാത്രമല്ല ഇതൊരു വളരെ ബിഗിനർ ലെവലിലുള്ളൊരു ക്ലാസ്സാണ്. അഡ്വാൻസ്ഡ് ആയിട്ട് നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് പോകുന്ന ആൾക്കാർക്കൊക്കെ എനിക്ക് എത്രമാത്രം എന്താ പറയുക ഇത് യൂസ്ഫുൾ ആകും എന്നെനിക്കറിയില്ല. അപ്പോൾ ബിഗിനർ ലെവലിലുള്ള ആൾക്കാർക്ക് വളരെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു കോഴ്സാണിത് എന്നുള്ളൊരു കാര്യമാണ്. സോ ഈ ഒരു സമയത്ത് രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30ക്കും 10:30ക്കും ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയക്കുക എന്ന് ഉള്ളതിൻ്റെ ഒരു റിക്വസ്റ്റാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്, നമുക്ക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ഫണ്ടമെൻ്റൽസിലോട്ട് ആദ്യം പോകാം. സോ കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ഫണ്ടമെൻ്റൽസിലോട്ട് നമ്മൾ വരുമ്പോൾ ഇന്ന് നമുക്ക് ആകെപ്പാടെ ഒരൊറ്റ ന്യൂസാണുള്ളത്. CB കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സ് 2 മണിക്ക് UK ടൈമിംഗ് 2 മണിക്കാണ് ഈ ന്യൂസ് വരുന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ആഴ്ച വരെ UKയും ഇന്ത്യയും തമ്മിൽ 4.5 മണിക്കൂറിൻ്റെ വ്യത്യാസമായിരുന്നു. ഇപ്പോൾ 5.5 മണിക്കൂറത്തെ വ്യത്യാസമാണ്. അപ്പോൾ ഈ 2.5 എന്ന് പറയുമ്പോൾ 2.5 + 5.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉള്ള ടൈമാണ് നിങ്ങൾ ഇന്ത്യൻ ടൈമിൽ വരുന്നത്. ഓക്കെ, 2.5 കഴിഞ്ഞ് 2, 3, 4, 5, 6, 7, 8 മണിക്കാണ് 2, 3, 4, 5, 6, 7, 7:30 മണിക്കാണ് ഈ പറയുന്ന CB കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സ് ന്യൂസ് ഇന്ത്യയിൽ വരുന്നത്. ഓക്കെ, സോ ആ ഒരു സമയത്ത് ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക എന്നുള്ളത് കാര്യമാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ആ ഒരു സമയത്ത് നല്ലൊരു വോളറ്റാലിറ്റി ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ നാളെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫെഡ് ഷെയർസ് എന്താ പറയുക ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഫെഡ് ചെയർ പവലിൻ്റെ പ്രസ് കോൺഫറൻസും ഉണ്ട്, FOMC പ്രസ് കോൺഫറൻസും ഉണ്ട്. അതിൽ പവലിൻ്റെ അടുത്ത് പല ചോദ്യങ്ങളും ചോദിക്കും മീഡിയ. സോ അതിന് ഓരോ ചോദ്യങ്ങൾക്കും ഓരോ ഉത്തരങ്ങൾക്കും മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവും. നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഫെഡ് ചെയർ പവലിൻ്റെ സ്പീച്ച് നടന്നുകൊണ്ടിരുന്ന സമയത്ത് $50 മൂവ്മെൻ്റ് ഒക്കെ 1 മിനിറ്റിലാണ് നടന്നത്. $50 മൂവ്മെൻറ്റ് 1 മിനിറ്റ്, അല്ലെങ്കിൽ 5 മിനിറ്റിലൊക്കെയാണ് $50 മൂവ്മെൻ്റ് ഒക്കെ നടന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. സോ ബേസിക്കലി അന്ന് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് കുറയ്ക്കുകയും ചെയ്തു. 0.25% കുറയ്ക്കുകയും ചെയ്തു. സോ ഈ വട്ടം ആക്ച്വലി ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കുറയ്ക്കുകയോ ഇല്ലയോ എന്ന് അറിയില്ല. സോ നോർമലി ഒരു ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ അത് മിനിമം ഒരു 6 months എങ്കിലും അതേ ഇൻട്രസ്റ്റ് റേറ്റിൽ ഓടാനായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ US എന്ത് തീരുമാനം എടുക്കും എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല. നാളെ മാത്രമേ നമുക്കത് അറിയാനായിട്ട് സാധിക്കൂ. ഓക്കെ, സോ അതിന് മുന്നേ ആയിട്ട് ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചിൻ്റെ ന്യൂസ് ഉണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് ഉച്ചയ്ക്ക് 2:30 മണിക്കാണ് ആ ഒരു ന്യൂസ് വരുന്നത്. മറ്റന്നാൾ നമുക്ക് ബാങ്ക് ഓഫ് ജപ്പാൻ മറ്റന്നാൾ മാറി നിൽക്കുക. കാരണം നമ്മൾ ഒരു കൗണ്ടറിലും നമുക്ക് GBP ഒഴിച്ച് ബാക്കി എല്ലാ കൗണ്ടേഴ്സിലും, അതായത് ഞാൻ പറഞ്ഞു പോകുന്ന എല്ലാ കൗണ്ടേഴ്സിലും ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ന്യൂസുകളുണ്ട്. കാരണം ജാപ്പനീസ് യെൻ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട് വെളുപ്പാങ്കാലത്താണ് 2:30 മണിക്ക്. ഓക്കെ, സോ അപ്പോൾ ഇന്ത്യൻ ടൈമിംഗ് എനിക്ക് തോന്നുന്നത് അതൊരു 7 മണിയൊക്കെ ആയിരിക്കാം. ഓക്കെ, അതിനുശേഷം പ്രസ് കോൺഫറൻസ് ഉണ്ട് 6:30 മണിക്ക് UK ടൈമിങ്ങിന്. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ യൂറോ സോണിൽ നിന്ന് യൂറോ USD ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്ന GDPയുടെ ന്യൂസ് വരുന്നുണ്ട്.
ഓക്കെ. സോ അതിനുശേഷം കൺസ്യൂമർ പ്രൈസ് എക്സ്പെക്റ്റേഷൻ യൂറോ സോണിൽ നിന്ന് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ US എന്നുള്ള GDP അനൗൺസ്മെൻറ്റും വരുന്നുണ്ട്. ഓക്കെ. സോ ഇത് കൊണ്ടിട്ട് തന്നെ മറ്റന്നാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. അതിനുശേഷം ECBയുടെ ഇൻട്രസ്റ്റ് റേറ്റും വരുന്നുണ്ട്, യൂറോനെ ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യും. സോ ഈ ആഴ്ച നമുക്ക് വളരെ വളരെ, അതായത് നാളെ വൈകുന്നേരത്തിന് ശേഷം മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് കണക്കാക്കി വേണം ട്രേഡ് എടുക്കാൻ. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഗോൾഡിലൊക്കെ എന്തെങ്കിലും ഒരു ട്രേഡ് ഉണ്ട് എങ്കിൽ, ഓക്കെ, നിങ്ങൾ ഓൾറെഡി സ്റ്റക്കാണ് എങ്കിൽ വെറുതെ അതിനകത്ത് റിസ്ക് നിൽക്കാതിരിക്കുക. ഓൾറെഡി കുറച്ച് ഇപ്പോൾ ചെറിയ ലോസൊക്കെ ആണ് എങ്കിൽ ആ ലോസ് അക്സെപ്റ്റ് ചെയ്ത് ഇറങ്ങുക എന്നുള്ളതാണ്. കാരണം മാർക്കറ്റ് ഏത് ദിശയിലോട്ട് തിരിച്ച് മുകളിലോട്ട് കയറാം, അതിനൊരു 50% ചാൻസ് അല്ലേ ഉള്ളൂ. സോ നമുക്കൊരു ഇക്വിറ്റിയിൽ അത്യാവശ്യം നല്ല ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ലോസ് അക്സെപ്റ്റ് ചെയ്ത്, സ്റ്റോപ്പ് ലോസ് ഇട്ട് ചെയ്യാത്ത ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ആ ലോസ് അക്സെപ്റ്റ് ചെയ്ത് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. നാളെ ഒരു വൈകുന്നേരം വരെ നമുക്ക് കാക്കാം. അതിനുശേഷമാണ് ഈ ഒരു തീരുമാനം എടുത്ത് മാറണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ള ഇന്നത്തെ ദിവസം. ഓക്കെ. സോ അതിൻ്റെ കൂടെ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് എന്താ വെച്ചാൽ, ചൈന US തമ്മിലുള്ള ട്രേഡ് ഡീല് ഒരു ധാരണയായി, ഈ വീക്കെൻഡിൽ തന്നെ ഒരു ധാരണയായി. അത് ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരാൻ പോവുകയാണ്. ഓക്കെ. സോ ചൈനയ്ക്ക് ഇംപ്ലിമെൻ്റ് ചെയ്ത 50% താരിഫൊക്കെ താൽക്കാലികമായിട്ട് എടുത്ത് മാറ്റാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ മാർക്കറ്റ് ഒറ്റയടിക്ക് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഒറ്റയടിക്ക് ഓൾമോസ്റ്റ് എത്രയാണ്, എനിക്ക് തോന്നുന്നത് ഓഗസ്റ്റ് ലാസ്റ്റിലൊക്കെ ആയിരുന്നപ്പോൾ 3400 ലെവലിലൊക്കെ ആയിരുന്നു. അതായത് സെപ്റ്റംബർ ഒക്ടോബർ ഓൾമോസ്റ്റ് 2 മാസം കൊണ്ട് 1000 പിപ്സിൻ്റെ മൂവ്മെൻറ്റ് ആണ് നടന്നത്. സോറി, 1000 പിപ്സ് എന്ന്, ഓൾമോസ്റ്റ് 10,000 പിപ്സിൻ്റെ മൂവ്മെൻ്റ് ആണ് നടന്നിട്ടുള്ളത്. $1000 മൂവ്മെൻറ്റോളം നടന്നിട്ടുണ്ട്. ഓക്കെ. സോ ഈ $1000 മൂവ്മെൻറ്റ് നടക്കാനായിട്ടുള്ള റീസൺ ട്രേഡ് വാർ ഉണ്ടായിരുന്നു. അതിൽ തന്നെ ചൈനയ്ക്ക് 100% വീണ്ടും താരിഫ് ഇംപ്ലിമെൻറ്റ് ചെയ്തു US. സോ അതൊക്കെ കൊണ്ടിട്ടാണ്. ഓക്കെ. സോ ചൈന US ആ ഒരു ട്രേഡ് വാർ മാറി എന്നറിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് താഴോട്ട് പോകും. അതിൻ്റെ ഒരു സൂചനയാണ് ആക്ച്വലി മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയൊക്കെ കാണിച്ചത്. ഓക്കെ. സോ ഈ ഒരു കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. ഈ ന്യൂസ് ചൈന US തമ്മിലുള്ള ട്രേഡ് ഡീൽ എന്തായിരിക്കും എന്നുള്ളൊരു ന്യൂസ് നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളൊരു കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുകയും ചെയ്യണം. ഓക്കെ. അതുകൊണ്ടിട്ട് തന്നെ ഞാൻ പറയുന്നത്, ഗോൾഡിൽ ട്രേഡ് ചെയ്യാതിരിക്കുക. നമുക്ക് GBP ഏറ്റവും നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു സാധനമാണ് GBPയിൽ ട്രേഡ് ചെയ്യുന്ന ഇന്ന് ഈ ആഴ്ച GBPയിൽ ട്രേഡ് ചെയ്യും. വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം, അല്ലെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് ഗോൾഡിൻ്റെ ഒരു തീരുമാനം എടുക്കാം. പക്ഷേ പല ആൾക്കാരും ഗോൾഡിൽ തന്നെ ട്രേഡ് ചെയ്യുള്ളൂ എന്ന് വാശി പിടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? നമുക്ക് സ്ഥിരമായിട്ട് ലോസ് തന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? അതൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? സോ ഇതാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. സോ കമ്മിങ് ടു അവർ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് എന്താണ്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് JPYയിലോട്ട് തന്നെ പോവാം. JPY 152.176 നിൽക്കുന്നു. സോ 152 താഴെയായിട്ട് ഒരു 1 hour ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്തു, പിന്നീട് അത് റിക്കവർ ആവുകയും ചെയ്തു. ഓക്കെ. ഇപ്പോൾ 152 മുകളിൽ ഈ ക്യാൻഡിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് 152 തൊട്ട് താഴെയായിട്ടാണ്. പക്ഷേ മുകളിലോട്ട് കയറിയോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ അതിൽ ഉറപ്പൊന്നും ഇല്ല എന്ന് ഞാൻ പറയും. ഓക്കെ. സപ്പോസ് നമുക്ക് 10 മണിക്കുള്ള ക്യാൻഡിൽ, അതായത് ഇവിടുത്തെ ഇന്ത്യൻ ടൈമിംഗ് 2:30 മണിക്കുള്ള ക്യാൻഡിൽ, ഇവിടുത്തെ 9 മണിക്കുള്ള ക്യാൻഡിൽ, അടുത്ത ക്യാൻഡിലാണ്. ഓക്കെ. 9 മണിക്കുള്ള ക്യാൻഡിൽ 152 മുകളിലാണ് എങ്കിൽ നമുക്കൊരു സൂചനയാണ് 152 മുകളിൽ കയറിയെന്ന്. ഓക്കെ. സോ അവിടുന്ന് വേണമെങ്കിലും ചെറിയ ലോട്ട് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. അങ്ങനെ ചെയ്താൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് രാത്രി വെളുപ്പാങ്കാലത്ത് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ട് JPYയുടെ. അതുകൊണ്ടിട്ട് ഇന്ന് നിങ്ങളൊരു പൊസിഷൻ എടുത്താൽ ഇന്ന് തന്നെ ക്ലോസ് ചെയ്യുന്ന രീതിയിൽ വേണം അത് എടുക്കാനായിട്ട്. സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യുകയും ചെയ്യരുത്. ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങാനും എതിരായിട്ട് വന്നാൽ ചിലപ്പോൾ മാർക്കറ്റ് വീണ്ടും താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് 151.50 താഴെയായിട്ട് പുതിയ ക്യാൻഡിൽ ഓപ്പൺ ആയാൽ ദാറ്റ് ഷോസ് എ പോസിബിലിറ്റി ദാറ്റ് മാർക്കറ്റ് വിൽ ബി ഗോയിങ് ഡൗൺ.
ആൻഡ് വി ക്യാൻ ടേക്ക് എ ബൈ അറ്റ് 150 150 നമുക്കൊരു ബൈ പോയിന്റും അവിടുന്ന് എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം എന്നുള്ളതാണ് JPYയിൽ എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ബെറ്റർ വെയിറ്റ് ഫോർ JPY. 152 സപ്പോർട്ട് പിടിക്കുമോ എന്നുള്ളൊരു കാര്യം ഒരു മാർക്കറ്റ് ടൈമിങ്ങിലൂടെ നോക്കിയതിന് ശേഷം ഒരു തീരുമാനം എടുക്കുക. അങ്ങനെ തീരുമാനം എടുക്കുമ്പോഴും വളരെ ചെറിയ ലോട്ട് സൈസാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, കാരണം ഇന്ന് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. നിങ്ങൾ എടുക്കുന്നുണ്ടൊന്നും കുഴപ്പമില്ല, സ്റ്റോപ്പ് ലോസ് പ്രോപ്പറായിട്ട് ഇടുക, കൃത്യമായിട്ട് ടേക്ക് പ്രോഫിറ്റ് ഇട്ട് തന്നെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ലാത്ത കാര്യമാണ്. ടേക്ക് പ്രോഫിറ്റ് നമുക്ക് ഇന്നലെയും മെനഞ്ഞാന്നൊക്കെ പോയ ഹൈയുടെ 153.1 അല്ലെങ്കിൽ 153 എന്ന് പറയുന്ന 100 പിപ്പിൻ്റെ ടേക്ക് പ്രോഫിറ്റ് എടുത്ത് പോകുന്നതായിരിക്കും നമ്മളൊരു സേഫ് ആയിട്ടുള്ളൊരു കാര്യം. അടുത്ത റേഞ്ച് എന്ന് പറഞ്ഞാൽ 151.52 to 154 ആണെങ്കിലും നമുക്ക് സേഫായിട്ട് 153 വരെയുള്ള ടേക്ക് പ്രോഫിറ്റ് എടുത്താൽ മതിയാകും എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ഓക്കെ, സോ കമ്മിങ് ടു യൂറോ 1.16557 നിൽക്കുന്നു. സോ ബേസിക്കലി ഞാൻ ഇന്നലെ പറഞ്ഞ സെയിം ഓപ്പർച്യൂണിറ്റി 1.1600 അവിടെ നിന്നുള്ളൊരു ബൈ ആണ് ഏറ്റവും ഉചിതമായിട്ടൊരു ബൈ എൻട്രി എന്നുള്ളതാണ് നമുക്ക് യൂറോയിൽ നോക്കാൻ നേരത്ത് മനസ്സിലാവുന്നത്. ഓക്കെ, 1.1600 അവിടെ നിന്നുള്ളൊരു ബൈ, അതും പാർഷ്യലി ബൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, സോ ഇന്നലെയൊക്കെ മാർക്കറ്റ് 1.1620 ഒക്കെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. സോ അവിടെ നിന്നൊക്കെ ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് നല്ല അത്യാവശ്യം ഒരു 50 പിപ്സിൻ്റെയൊക്കെ മൂവ്മെൻറ്റിൻ്റെ പ്രോഫിറ്റ് കിട്ടിയിട്ടുമുണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ നേരെ നമ്മൾ ബേസിക്കലി 1.1600 അവിടെ കിട്ടിയാൽ നമുക്ക് പാർഷ്യലി ബൈ ചെയ്യാം. അതിനുശേഷം 1.1500 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയും ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. സ്റ്റോപ്പ് ലോസ് വേണം 1.1440 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസും നിർബന്ധമായിട്ടും വെച്ച് തന്നെ പോവുകയും ചെയ്യണം. സോ നേരെ നമ്മൾ GBPയിലോട്ട് വരുമ്പം 1.3343 നിൽക്കുന്നു. GBP ഞാൻ നേരത്തെ പറഞ്ഞ എൻട്രി 1.3300 അവിടെയുള്ള എൻട്രി വളരെ നല്ലൊരു എൻട്രിയാണ്. ഓക്കെ, സോ ആ ഒരു എൻട്രി എടുത്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇപ്പോൾ ഓൾറെഡി പ്രോഫിറ്റാണ്. ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 30 പിപ്പിൻ്റെ പ്രോഫിറ്റിൽ നിൽക്കുന്നു. 60 പിപ്പ് വരെയുള്ള പ്രോഫിറ്റ് വരെ പോയിട്ടുണ്ട്. ഓക്കെ, സോ മാർക്കറ്റിൽ ബെറ്റർ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് മിനിമം 1.3400 അവിടെ എങ്കിലും നമുക്ക് ഈ ഒരു പ്രോഫിറ്റ് എടുത്ത് മാറാം, പ്രോഫിറ്റ് ബുക്ക് ചെയ്തെടുത്ത് മാറാം എന്നുള്ളതാണ് GBPയിൽ എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, 1.3300 അവിടെ വീണ്ടും കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ബൈ 1.3240 അവിടെ സ്റ്റോപ്പ് ലോസും നിർബന്ധമായിട്ട് വെക്കണം. 3240 താഴെ. ഓക്കെ, 3240 താഴെ. ഓക്കെ, സോ നേരെ ഗോൾഡിലോട്ട് വരുമ്പോൾ സത്യം എനിക്കൊരു ഐഡിയ ഇല്ല. ഇന്നലെയും ഞാൻ പറഞ്ഞ ബൈ പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയിട്ടുണ്ട്. ഓക്കെ, 4130 അവിടെ വേണമെങ്കിൽ എടുക്കാം എന്നുള്ളൊരു കാര്യം 4030 അവിടെ വേണമെങ്കിൽ എടുക്കാം എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ ബേസിക്കലി മാർക്കറ്റ് ഇന്നലെ 4112-15 ലെവലിലാണ് ഓപ്പൺ ആയത്. പക്ഷേ ഒരു ഗ്യാപ്പ് ഇട്ടാണ് ഓപ്പൺ ആയത്. മാർക്കറ്റ് വെള്ളിയാഴ്ച ക്ലോസ് ആയത് 4112 മാർക്കറ്റ് ഇന്നലെ ഓപ്പൺ ആയത് ഗ്യാപ്പ് ഇട്ടാണ്. ഓക്കെ, 4080 അടുത്തൊക്കെയാണ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് മുകളിലോട്ടൊക്കെ പോയി പിന്നീട് താഴോട്ട് കണ്ടിന്യൂസ് ആയിട്ടൊരു ഫോളാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ 3929 നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ഫണ്ട് വാഷ് ഔട്ട് ആയി പോകുന്നതൊക്കെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഓക്കെ, പല ആൾക്കാരും പറയുന്നുണ്ട്. സോ ബെറ്റർ സ്റ്റേ അവേ ഫ്രം ദ മാർക്കറ്റ്. കാരണം റേഞ്ച് നമുക്കൊരു ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുകയാണ് മാർക്കറ്റ്. ഇത്രയും വലിയ മാർക്കറ്റ് ഉണ്ടാക്കുന്നത് റീറ്റെയിൽ കസ്റ്റമേഴ്സ് അല്ല, വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതേപോലെ സെൻട്രൽ ബാങ്ക്സും ആണ്. ഓക്കെ, സോ ഈ സെൻട്രൽ ബാങ്ക്സിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ പോയി വെറുതെ കളിച്ചിട്ട് നമുക്ക് വെറുതെ പണി കിട്ടും എന്നല്ലാതെ വേറെ ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് ബെറ്റർ സ്റ്റേ അവേ ഫ്രം ദ മാർക്കറ്റ് എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സ്റ്റേ അവേ ഫ്രം ദ മാർക്കറ്റ് ഫോർ സം ടൈം ഇൻ ഗോൾഡ്. സോ അതായിരിക്കും നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഗോൾഡിൽ എന്ന് ഞാൻ എടുത്ത് പറഞ്ഞുകൊണ്ട്. ഓക്കെ, അതേപോലെ തന്നെ പല ആൾക്കാരും ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ബ്രോക്കർ ഏതാ യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. സോ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ വന്നിട്ട് സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രോക്കറാണ്. സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് എല്ലാ റെഗുലേഷൻസും ഉള്ള ഇപ്പം നമ്മളൊരു കമ്പനി ഒരു 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 ഫോറക്സ് ബ്രോക്കറിനെ നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട അതിൻ്റെ റെഗുലേഷൻസ് ആണ്, അതിൻ്റെ രജിസ്ട്രേഷൻ അല്ല, അതിൻ്റെ റെഗുലേഷനാണ്. സോ റെഗുലേഷൻ നോക്കാൻ നേരത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 റെഗുലേഷനാണ് FCAയുടെ റെഗുലേഷൻ, UK ബേസ് ചെയ്തിട്ടുള്ള FCAയുടെ റെഗുലേഷനും UAE ബേസ് ചെയ്തിട്ടുള്ള SCAയുടെ റെഗുലേഷനും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 റെഗുലേഷനാണ്. ഈ 2 റെഗുലേഷനുള്ള ബ്രോക്കറാണ്. അതിൻ്റെ കൂടെ തന്നെ ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള ASICയുടെ റെഗുലേഷനും സൗത്ത് ആഫ്രിക്ക ബേസ് ചെയ്തിട്ടുള്ള FSCAയുടെ റെഗുലേഷനും സ്റ്റാർ ട്രേഡറിനുണ്ട്. അതിൻ്റെ കൂടെ കമ്പനി ഇൻഷുറൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. $100,000 വരെ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റഡ് ആണ്. അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ലോയിഡ്സ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് UK തന്നെ നമ്പർ 1 ബാങ്കാണ് ഈ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, സോ അതിൻ്റെ കൂടെ ടൈറ്റ് ആയിട്ടുള്ള സ്പ്രെഡും സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡെപ്പോസിറ്റ് ബോണസ് ആണ് ഇവരുടെ ഏറ്റവും ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇപ്പം നമ്മൾ ഫസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യാൻ നേരത്ത് UK അല്ലെങ്കിൽ യൂറോപ്യൻ കസ്റ്റമേഴ്സിലാണെങ്കിൽ ആദ്യത്തെ $1,000 100% ബോണസും സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റിൻ്റെ 20% ബോണസുമാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ലൈറ്റ് വീണ്ടും പോയി. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന കാര്യമാണല്ലോ, ഇവിടെ ലൈറ്റ് പോകും നമ്മൾ അനങ്ങാതിരുന്നാൽ അല്ലേ. സോ നമ്മൾ സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റിന് പിന്നീട് എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോഴൊക്കെ 20% ബോണസും കമ്പനി തരുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മൾ ആസ് എ ട്രേഡർ ഇനിഷ്യലി നമുക്ക് ചെറിയൊരു ക്യാപിറ്റലേ ഉള്ളെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് പോവുകയും ചെയ്യാം. അതേപോലെ ഇന്ത്യൻ കസ്റ്റമേഴ്സിനും ഏഷ്യൻ കസ്റ്റമേഴ്സിനും ഒക്കെ ആദ്യത്തെ $500 50% ബോണസും ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ 20% ബോണസുമാണ് അവർ കൊടുക്കുന്നത്. സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റിന് എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴും 20% ബോണസ് അവർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ സ്റ്റാർ ട്രേഡറിൽ നിങ്ങൾക്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ സ്റ്റാർ ട്രേഡറിൻ്റെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കയറാവുന്നതാണ്. ആപ്പ് ത്രൂ ആണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു റെഫറൻസ് കോഡും ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ത്രൂ ചെയ്തിട്ട് എന്നെ ഒന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ എനിക്ക് പേഴ്സണലി ചെയ്തു തരാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ദുബായ് ക്ലയൻസിന് പ്രത്യേകം ഒരു ലിങ്കാണുള്ളത്. അതും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എന്ന് എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. സേഫായിട്ട് ട്രേഡ് ചെയ്യുക. മാർക്കറ്റ് എവിടെയും പോകുന്നില്ല. ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് കണ്ട് വെറുതെ ഇപ്പോൾ എന്താ പറയുക, ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് കണ്ടാൽ ഇപ്പോൾ നമ്മൾ പൊട്ടനായി പോകും. ഓക്കെ, സോ വെറുതെ നമ്മൾ ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് കണ്ട് പൊട്ടനായി പോവാതെ ആ ഒരു സമയത്ത് കറൻസീസിൽ ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ കണ്ട് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമുക്ക് കറൻസീസിൽ. ഓക്കെ, സോ എന്ന് എടുത്ത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ വീണ്ടും എൻ്റെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.